ഒരു സ്വിഫ്റ്റിന്റെ ECM വന്നിട്ടുണ്ട്, 2018 മോഡലിന്റെ ECM വന്നിട്ടുണ്ട്, ഡീസൽ വണ്ടി. അതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്ത പ്രശ്നമാണ്. ഇഞ്ചക്ടർ 1ഉം 2ഉം വർക്ക് ചെയ്യാത്തത്. അതിന്റെ കംപ്ലൈന്റ് വരുന്നത് ECMന്റെ ഉള്ളിലാണ് വരുന്നത്. അധികം വണ്ടിക്ക് ഈ 2018 ശേഷം വരുന്ന ഈ PO ECMന് വരുന്ന കംപ്ലൈന്റ് ആണ് 1ഉം 2ഉം, അല്ലെങ്കിൽ 1ഉം 4. അങ്ങനത്തെ കംപ്ലൈന്റ് ആണ് വരുത്തധികം. ഇതിന്റെ കംപ്ലൈന്റ് വരുന്നത് 1, 2 ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്തത്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് ഞാൻ ഇത് അയച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഇത് ഓക്കെ, സോൾഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒന്ന് സോൾഡ് ചെയ്തു. ഇത് ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ 2 IC ആണ് പോക്ക്. ഇഞ്ചക്ടറിന്റെ IC ആണ് ഈ സംഭവം 2, 1ഉം 4ഉം 3ഉം 2ഉം. അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ 1ഉം 4ഉം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ IC ആണ് പോക്ക്. 2ഉം 3ഉം വർക്ക് ചെയ്യാത്ത IC ആണ് ഇത്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മളെ ഈ ECMന് കംപ്ലൈന്റ് ഉള്ളത് 1ഉം 2ഉം വർക്ക് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് ഈ 2 IC മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് കാണിച്ചതായത്. ഈ IC എൻ്റെ അടുത്തുള്ള ഞാൻ എടുത്ത് കാണിച്ചത് ഏതാണ് IC ഉള്ളത്. അതിനകത്ത് എല്ലാ IC ഉണ്ട്. ഇഞ്ചക്ടർ IC ഇപ്പൊ ലാസ്റ്റ് 2 പീസും കൂടി ഉള്ളത്. അപ്പൊ കുറെ വണ്ടിക്ക് ഞാൻ ചെയ്തു കൊടുത്തത് ഈ 2 IC ആണ് ഇപ്പൊ മാറ്റാൻ പോകുന്നത്. ഓക്കെ, പുതിയ IC ആണ്. ഈ 2 സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത് ഈ സാധനം വന്ന് കാസർഗോഡ് നിന്നാണ്. ഈ എനിക്ക് ECM കൊടുത്ത് അയച്ചാന്ന്, ബസ്സിൽ അയച്ചാന്താ. കാസർഗോഡ് നിന്നാണ് ഈ ECM വന്നിട്ടുള്ളത്. ഈ സാധനം വരയ്ക്കാം. അവർ മംഗലാപുരം ഏതോ ഭാഗത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ ആയെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കാണിച്ചത്. ഇതിനായിപ്പോ IC ഇത് വളരെ കെയർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടി വരാം. അപ്പുറം ഇപ്പോഴും പിന്നെ തട്ടിപ്പോകരുത്, ഷോർട്ടായി പോവും. നമ്മൾ 2 ICയും കൂടി മാറ്റിക്കഴിഞ്ഞു. അത് എടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് ഒഴിവായി പോയി. ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായി. അക്കാരണത്തിൽ അത് IC പറിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, നമ്മൾ ഈ വർക്ക് ECMന്റെ വർക്ക് കഴിഞ്ഞു. ഇതിപ്പോ നമ്മൾ മെഷീനിലിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. ഓക്കെ, പിന്നെ 2018ഉം ഈ 2010 ശേഷം വന്ന ECM ആണ്. രണ്ടും കുറെ ഹാർഡ്വെയർ വ്യത്യാസമുണ്ട്. കണ്ടോ, 2 ECM ഇതാ എടുത്ത്. 2018ഉം 2010 ശേഷം വന്ന ECM. രണ്ടും സ്വിഫ്റ്റിന്റെ സാധനമാണ്. കുറെ ഹാർഡ്വെയർ വ്യത്യാസം കണ്ടു. രണ്ടും വേറെ വേറെ ആയിട്ടാണ്. ഇതിന്റെ മറ്റേ മെയിൻ IC ഇതാണ്. ഇപ്പുറത്തെ വലുതായിട്ട് ഇതിന്റെ ഇപ്പുറം തന്നെ ഇതാണ് ബാക്ക് സൈഡ്. രണ്ടും വ്യത്യാസമായിട്ടുണ്ട്. മദർ ബോർഡ് വ്യത്യാസം. ഓക്കെ, നമുക്ക് ആരെങ്കിലും ECM ഇതേപോലത്തെ റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ കൊണ്ടുവരാം. എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇവിടുന്ന് പരമാവധി ചെയ്തു കൊടുക്കലുണ്ട്. ആദ്യത്തെ പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് മറ്റേ യൂസ് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ പ്രോഗ്രാം വീട് തന്നെ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ECMനായിട്ട് ബന്ധപ്പെട്ട്
ആരും ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് വണ്ടിൻ്റെ ഓക്കെ. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം.